ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബ്ലഡിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പോകുന്ന യാതൊരു വ്യക്തിയും ദൈവവചനം കൊണ്ട് തങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ദൈവവചനം അനുദിനം ധ്യാനിക്കുകയും ചെയ്യുമെങ്കിൽ അത് ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും ഒരു വലിയ വ്യതിയാനം ഉണ്ടാക്കിയിട്ട് ആത്മീയ ഉദ്ധാരണത്തിനും ആത്മീയ നവോത്ഥാനത്തിനും അത് കാരണമായി തീരും. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവശക്തിയാലും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നാം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തെ നാം വിശുദ്ധിയോട് സൂക്ഷിക്കുമെങ്കിൽ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം പ്രാപിച്ച ആത്മശക്തിയും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകി അത് സകല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഭൂതലത്തിലും ദൈവം വിടുവിക്കാൻ ഇച്ഛിക്കുന്ന സകല ജനത്തിൻ്റെ മേലും കടന്നു ചെന്നിട്ട് അവിടെ ഒരു പരിവർത്തനം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. നമ്മുടെ അകത്തെ മനുഷ്യനെ വിശുദ്ധമായി സൂക്ഷിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനവും ദൈവശക്തിയും പുറപ്പെട്ടു ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ തക്കവണ്ണം യോഗ്യമാകും വണ്ണം നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ.